ഇന്നത്തെ ഉത്തർപ്രദേശിലെ ആഗ്ര നഗരം യമുന നദിയുടെ തീരത്ത് പിറന്ന ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു അത്ഭുതം താജ്മഹൽ. ഏകദേശം 42 ഏക്കർ സ്ഥലത്ത് പണിത ഈ ലോകാത്ഭുതം ഒരു രാജാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ച പ്രണയത്തിൻ്റെ ശിലാരൂപമാണ്. കഥ തുടങ്ങുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. മുഗൾ സാമ്രാജ്യാധിപൻ ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കാലത്ത് 1631 മുംതാസ് മഹൽ 14-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ മരണമടഞ്ഞു. ആ ദുഃഖത്തിൽ മുങ്ങിയ ഷാജഹാൻ പറഞ്ഞു, അവളെ എനിക്ക് മറക്കാനാവില്ല. അവളുടെ സ്മരണയിൽ ഭൂമിയിലേക്ക് ഞാൻ സ്വർഗം പണിയും. അങ്ങനെ 1632 ഉസ്താദ് അഹമ്മദ് ലാഹോരിയും 20,000-ത്തിലധികം ശില്പകലയിൽ മികവുറ്റ കലാകാരന്മാരും ചേർന്ന് താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 21 വർഷം നീണ്ടുനിന്ന ഈ മഹത്തായ നിർമ്മിതി 1653 പൂർത്തിയായി. താജ്മഹലിന് ചുറ്റും സമതുലിതമായ മുഗൾ പൂന്തോട്ടം പ്രതിഫലിക്കുന്ന കുളം, മസ്ജിദ്, അതിഥി മന്ദിരം എല്ലാം സമരൂപതയോടെ കലാബോധത്തോടെ പണിതിരിക്കുന്നു. മധ്യത്തിലെ വലിയ ഗുംബദിന് കീഴിൽ മുംതാസ് മഹലിൻ്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ. താജ്മഹലിൻ്റെ നിർമ്മാണ സമയത്ത് മുഗൾ സാമ്രാജ്യം സമൃദ്ധിയുടെ ഉച്ചകോടിയിലായിരുന്നു. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് വലിയൊരു മാറ്റമായിരുന്നു. ഷാജഹാന്റെ പുത്രൻ കൂടിയായ ഔറംഗസീബ് പിതാവിനെ അധികാരത്തിൽ നിന്ന് നീക്കി ആഗ്ര കോട്ടയിൽ തടവിലാക്കി. തടവറയിൽ നിന്ന് താജ്മഹലിനെ നോക്കി ഷാജഹാൻ തൻ്റെ തടവ് ജീവിതം പ്രണയവശനായി തള്ളി നീക്കി. യമുനയുടെ തീരത്ത് തിളങ്ങുന്ന താജ്മഹലും അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്ന മുംതാസിൻ്റെയും ഓർമ്മകളിലൂടെ അദ്ദേഹം തൻ്റെ തടവ് ജീവിതം മുന്നോട്ട് നയിച്ചു. ആയിരത്തി 1666 ഷാജഹാൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മുംതാസിൻ്റെ പക്കൽ തന്നെ അടക്കം ചെയ്തു. ജീവിതത്തിൽ വേർപിരിഞ്ഞ അവർ മരണം കൊണ്ട് ഒരുമിച്ച് ചേർന്നു. കാലം കടന്നുപോയി, സാമ്രാജ്യങ്ങൾ തകർന്നു. പക്ഷേ താജ്മഹൽ മാത്രം മാറിയില്ല. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക അഭിമാനത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. 1983 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഈ മഹാത്ഭുതത്തെ ഉൾപ്പെടുത്തി. ഇന്ന് ലോകത്തിൻ്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഈ സ്മാരകം നിലകൊള്ളുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് താജ്മഹലിനെ ചുറ്റിപ്പറ്റി ചില വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചിലർ പറയുന്നത് താജ്മഹൽ നേരത്തെ തേജോ മഹാലയ എന്ന പേരിൽ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നാണ്. പുരാതന കാലം മുതലേ അവിടെ നിലനിൽക്കുന്നതാണ് എന്നാണ് ഇവരുടെ വാദം. എന്നാൽ
ഇതിനെ പുരാവസ്തു വകുപ്പും ചരിത്ര വിദഗ്ധരും നിരസിക്കുകയാണ്. അവരുടെ വാദം താജ്മഹലിൻ്റെ നിർമ്മാണത്തിൻ്റെ തെളിവുകൾ വ്യക്തമായും മുഗൾ കാലരേഖകളിൽ, ശിലാലിഖിതങ്ങളുടെയും യാത്രാ വിവരങ്ങളിലും ലഭ്യമാണ് എന്നാണ്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും കോടതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ചരിത്രം പറയുന്നത് വ്യക്തമാണ്. ഇത് ഷാജഹാൻ്റെ പ്രണയത്തിൻ്റെ പ്രതീകമാണെന്നും അതിൻ്റെ കലാസൗന്ദര്യം മനുഷ്യരാശിയുടെയും സൃഷ്ടിയുടെ മികവിൻ്റെയും ആഘോഷമാണെന്നും യമുനയുടെ തീരത്ത് ഇന്നും താജ്മഹലിൻ്റെ തണലിൽ ഷാജഹാനും മുംതാസും മരണശേഷവും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.